ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹോണ്ട CD 110 വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റിയാണ്. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. ബ്രേക്ക് അത്യാവശ്യം നമുക്ക് ബ്രേക്ക് ഇച്ചിരി കുറവായിട്ട് കാണുന്നുണ്ട്. നമുക്ക് ഫ്രണ്ട് ബ്രേക്ക് നമുക്ക് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തിടാം. ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമുക്ക് മാറ്റണം കേട്ടോ, കാരണം എന്താ വെച്ചാൽ മാക്സിമം അഡ്ജസ്റ്റിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട്. കൂട്ടത്തിയുടെ ഓയിലിൻ്റെ ഫിൽറ്ററും കൂടി നമുക്ക് ചേഞ്ച് ചെയ്യാം. അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് നമുക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. അടുത്ത സർവീസിലൊക്കെ നമുക്കൊന്ന് മാറ്റിയിടേണ്ടി വരും കേട്ടോ. അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അതിനകത്ത്. കാരണം വെച്ചാൽ അതിൻ്റെ ആ വാൽവ് ഈ പ്ലഗിൻ്റെ ടോപ്പ് സൈഡ് നോക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റും. കാര്യമായിട്ടുള്ള കാർബൺ കണ്ടൻ്റ് അല്ല ശരിക്കും അതിനകത്ത്. ശരിക്കും നല്ല ഗ്യാസ് ബർണറിൻ്റെ ആ ഒരു ഷെയ്ഡിലേക്ക് ഗോൾഡൻ കളറിലാണ് അതിൻ്റെ ഫയറിങ്. അതിൻ്റെ ഉള്ളിൽ ക്ലിയറായിട്ട് നടക്കുമ്പോഴാണ് അങ്ങനെ ആ ഷെയ്ഡ് കാണിക്കാറ്. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററൊക്കെ ആയാലും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി. കമ്പനി ഫിൽറ്റർ തന്നെ കിടക്കണേ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ബാറ്ററിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. നമുക്കിത് ഇരിക്കുന്നത് 2023 മോഡൽ ആമറോണാണ്. ബാറ്ററി 5 ആമ്പിയറിൻ്റെ ബാറ്ററി ഉണ്ടോ. വോൾട്ടൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം വോൾട്ടൊക്കെ ഉണ്ട്. 12.74 റേഞ്ചിൽ വോൾട്ടൊക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ബ്രേക്ക് ലൈനർ മാക്സിമം ഉപയോഗിച്ച് അഡ്ജസ്റ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലൈനറൊന്ന് മാറ്റിയിടണം. അതേപോലെ തന്നെ ഹബിന് വേറെ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് പേപ്പറൊക്കെ ഇട്ടൊന്ന് പിടിച്ച് ക്ലീനാക്കി ഗ്രീസ് ചെയ്തിട്ടാൽ മതി. അതേപോലെ തന്നെ ബാക്ക് ടയറൊക്കെ അത്യാവശ്യം കണ്ടീഷനാണ്. വേറെ പറയത്തക്ക കംപ്ലൈൻ്റ് ഒന്നുമില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ആക്സിലേറ്ററിൻ്റെ കേബിളുണ്ടല്ലോ, ആക്സിലേറ്റർ കേബിൾ നല്ല രീതിയിൽ ടൈറ്റ് കാണിക്കുന്നുണ്ട്. ആക്സിലേറ്ററിൻ്റെ കേബിളും അതെ, ക്ലച്ചിൻ്റെ കേബിളും അതെ. ഈ രണ്ട് കേബിളുകൾ നമുക്കൊന്ന് മാറ്റിയിടണം കേട്ടോ. കാരണം വെച്ചാൽ ക്ലച്ചൊക്കെ നല്ല ലോഡായി കിടക്കുക. അപ്പോൾ അത് ചേഞ്ച് ചെയ്തിടാം. ആക്സിലേറ്റർ ആയാലും പരമാവധി നമുക്ക് ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് പിടിക്കേണ്ട ഒരു അവസ്ഥയാണ്. പിന്നെ നമുക്ക് അതിന് ശേഷം നമുക്കൊന്ന് കറക്റ്റായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഐഡിലിങ് സ്ലോ സ്പീഡ് നിൽക്കുള്ള കറക്റ്റായിട്ട് ഇടയ്ക്ക് ആക്സിലേറ്റർ കുറയ്ക്കുമ്പോൾ ഓഫായി പോകണം കംപ്ലൈൻ്റ് ഉണ്ട്. പിന്നെ ചെയിൻ ടൈറ്റ് ചെയ്യുക, അതൊക്കെ ഉള്ളൂ. മെയിനായിട്ട് നമുക്ക് അതിൻ്റെ സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകളാണ്. അതിന് പുറമെ വന്നാണ് ഈ ക്ലച്ച് കേബിളും ആക്സിലേറ്ററും കൂടി നമുക്ക് കൂട്ടത്തിൽ നമുക്കൊന്ന് മാറ്റിയിടേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ആക്സിലേറ്റർ കേബിളും ക്ലച്ചിൻ്റെ കേബിളും എഞ്ചിൻ ഓയിലും ഓയിൽ ഫിൽറ്റർ ക്ലീനിങ് എല്ലാം ഉൾപ്പെടുത്തി ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആയിട്ടുള്ളൂ. എന്തെങ്കിലും ഇച്ചിരി ലേറ്റായിട്ടാണ് തീരുള്ളൂ. ഏകദേശം ഒരു 6:30-7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ.